ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഓർഡർ ഇതാ കട്ട്ലറ്റാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു കട്ട്ലറ്റാണ് കേട്ടോ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം ഇതാ ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തതാണ്. 1 കിലോ തൂക്കം ഉണ്ട് ഇട്ടത്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും പാകത്തിനുള്ള ഉപ്പും വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. നല്ലോണം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ബീഫ് കട്ട്ലറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കിലോ തൂക്കം ഉണ്ട് കേട്ടോ ഇത്. പിന്നെ നമ്മളിതിലേക്ക് മസാല ആയിട്ട് മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് വിനീഗറാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് 2-3 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കിയിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. കട്ട്ലറ്റ് എപ്പോഴും ഒന്നെങ്കിൽ ബീഫിന് കൊണ്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ മീൻ കൊണ്ട് ഉണ്ടാക്കണം കേട്ടോ. ഇത് രണ്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. പിന്നെ ഇതാ നമ്മൾക്ക് ആവശ്യം സവാളയാണ്. അപ്പോൾ ഇത് 1 കിലോ സവാളയുണ്ട്. അത് നമുക്കിതാ ഇതുപോലെ പൊടിച്ചെടുക്കാം. ഈ ഒരു ചോപ്പർ ഒരുപാട് കാലം ആയി എൻ്റെ കയ്യിൽ. അപ്പോൾ ഇത് കഴിഞ്ഞ ഇതൊരു വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ ലിങ്ക് കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഇതാ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 20 പീസോളം ഉണ്ടാവും. നമ്മൾ എരിവിനനുസരിച്ചിട്ട് അത് എടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചതച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇതാ 2 തണ്ട് കറിവേപ്പില ഇതുപോലെ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന ഓയിലുണ്ടല്ലോ, അത് വെളിച്ചെണ്ണ എടുത്തെങ്കിലാണ് ഏറ്റവും നല്ലത്. നല്ല നാടൻ രീതിയിലുള്ള ഒരു മസാല ഉണ്ടാക്കണം കട്ട്ലറ്റിന്. നല്ല ടേസ്റ്റാണ്. ഓവറായിട്ടുള്ള മസാല ഒന്നും ചേർക്കാതെ അങ്ങനെ ഉണ്ടാക്കണേ. പിന്നെ അതാ നമ്മൾ ആ ഒരു കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടിയിട്ടുള്ളത് അതും ഇതിലേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടണമെന്ന് വരെ നമ്മളിത് ഒന്ന് ഇളക്കിയെടുക്കണം. എന്തായാലും നമ്മളിങ്ങനെ ചതച്ചെടുക്കുമ്പോൾ കുറച്ചൊരു വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടാവും. അതൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ ഇതൊന്നുപോലെ നന്നായിട്ട് വഴറ്റുന്ന ശേഷം നമ്മളിതിലോട്ട് ഇതാ സവാള ചേർത്ത് കൊടുക്കുക. സവാള നല്ലോണം പൊടിഞ്ഞ പോലെ ആയിക്കൂടെ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വേണ്ടത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ഒരു സവാളയിൽ നല്ലോണം വെള്ളമുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളമെല്ലാം വറ്റി നല്ലോണം ഡ്രൈ ആയിട്ട് കിട്ടണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ സവാള എടുക്കേണ്ടത്. പിന്നെ നമ്മളിതാ ഈ ഒരു ബീഫ് ഉണ്ടല്ലോ, ആ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിനി പൊടിച്ചെടുക്കുക. അത് ഈ ഒരു ചോപ്പറിൽ തന്നെ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതും നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ കൈ കൊണ്ട് നമ്മളൊന്ന് പീസാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ നമുക്ക് ഇതൊന്ന് കിട്ടുന്നത്. ഈ ഒരു രീതിയിൽ തന്നെ നല്ലോണം അരഞ്ഞ് പേസ്റ്റ് പോലെ ആക്കാതെ ഇങ്ങനെ ആക്കിയിട്ടാണ് വേണ്ടത്. അപ്പോൾ സവാള എൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുക്കണം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്ന കുറച്ച് പൊടികളാണ് കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുക്കാം. മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി ഈ ഒരു സവാളയിൽ നന്നായിട്ട് മിക്സായിട്ട് വരണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് ബീഫ് ചേർക്കുന്നത്. പൊടിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്നും കൂടെ ഇളക്കിയെടുക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സായിട്ട് അതും നല്ലോണം ഡ്രൈ ആയിട്ട് കിട്ടണം. പിന്നെ ഒരു കാര്യം, നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് അതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അത് നല്ലോണം വറ്റിച്ചിട്ട് എടുക്കണം. അതിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ ഒരു വെള്ളം വറ്റിച്ച് നല്ല ഡ്രൈ ആക്കിയിട്ട് നമ്മൾ വേവിക്കുന്ന സമയത്ത് തന്നെ എടുക്കണം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഗരം മസാലയാണ്. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചെടുത്ത ഗരം മസാല, അത് 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂണോളം പെരുംജീരകപ്പൊടിയാണ് കേട്ടോ. അതായത് വലിയ ജീരകവും ചെറിയ ജീരകവും 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടാക്കി പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും ഇതിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ ഒന്നും കൂടെ ഇളക്കിയെടുക്കണം. ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സാക്കി നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് പകുതി ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾക്ക് ഇത് ഫുള്ളായിട്ട് ഇന്നേക്ക് വേണ്ട. അപ്പോൾ കുറച്ച് മസാല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്.
ഇനി നമ്മളിത് അതിലേക്ക് ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കുമ്പോൾ നല്ലോണം പേസ്റ്റ് പോലെ ആക്കിയെടുക്കാൻ പാടില്ല കേട്ടോ. ചെറിയൊരു കട്ടയൊക്കെ വേണം. ആ രീതിയിലാണ് നമ്മൾ ഉടക്കേണ്ടത്. ഇനി ഞാനിതിലേക്ക് മല്ലിയിലയും കുറച്ച് പുതിന ഇലയും കൂടി ചേർക്കുന്നുണ്ട്. പുതിന ഇല ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കുറച്ച് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് ഇതുപോലെ നന്നായി മിക്സായ ശേഷമാണ് ബാക്കിയുള്ള ഉരുളക്കിഴങ്ങ് ഇടുന്നത്. അതും ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതാ കുറച്ച് വേറെയും മസാല എല്ലാം ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും ഈ ഒരു സമയത്ത് തന്നെ എല്ലാം കൂടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. 3-4 സ്നാക്ക് ഉണ്ട് കേട്ടോ ഇന്ന് കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതെല്ലാം റെഡിയായതിന് ശേഷം ഞാനിതാ ഒന്നുകൂടെ കൈ കൊണ്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം കുറച്ചൊന്ന് പോയ സമയത്ത് നമുക്കിതുപോലെ കുഴക്കാം. അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് എല്ലാ ഭാഗത്തും ഒരുപോലെ ആയി കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കൈ കൊണ്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ ഉരുളക്കിഴങ്ങൊന്നും പൊടിഞ്ഞിട്ടൊന്നുമില്ല. കുറച്ചൊക്കെ അങ്ങനെ പൊടിയാത്ത ഉരുളക്കിഴങ്ങുണ്ട്. അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതെന്തായാലും കുഴച്ച സമയത്ത് നമുക്ക് കുറച്ച് എന്തായാലും ലൂസ് ഉണ്ടാകും. ആ ഒരു ലൂസ് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രെഡ് ക്രംസ് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കാം. ഇനി നമ്മൾ ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു റിങ്ങാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരേ ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ സെയിൽ ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിക്കണം. പിന്നെ ഒരേ അളവിൽ എടുക്കുകയും വേണമല്ലോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ എടുത്താൽ നല്ലതാണ്. അപ്പോൾ അതിലേക്ക് ഞാനിതാ പാത്രത്തിലേക്ക് കുറച്ച് പൊടിയിട്ട് അതിലേക്ക് ഈ ഒരു റിങ് വെച്ചതിന് ശേഷം അതിലോട്ട് നമ്മൾ ഈ ഒരു മസാല ഇട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് അത് എടുക്കാൻ പറ്റും നമുക്ക്. പിന്നെ അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കട്ടി തന്നെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളത് പിന്നെ പരത്തി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പാത്രത്തിൽ പൊടിയിട്ടത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഈസി ആയിട്ട് എടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. ഇനി ഇതുപോലത്തെ റിങ് ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുത്ത് അതിലേക്ക് ഇതുപോലെ ഒന്ന് പൗഡർ ആക്കി കൊടുക്കാം. മൈദയാണ് കേട്ടത്. അതിലേക്ക് നമ്മൾ ഈ ഒരു മസാല ഇതുപോലെ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് നമ്മൾക്ക് ഒന്ന് തട്ടിയെടുത്താൽ തന്നെ മതി. അത് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം റെഡിയാക്കിയ ശേഷം ഞാൻ വേറെയും സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുത്ത സ്നാക്കാണ്. അപ്പോൾ ഇത് കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും ഇതെന്താണെന്നുള്ളത്. പുതിയതെന്നല്ല, പണ്ട് മുതലേ ഉണ്ടാക്കുന്ന സ്നാക്ക് തന്നെയാണ്. പിന്നെ നമ്മൾ എല്ലാം റെഡിയാക്കിയ ശേഷം ഞാനിത് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതെല്ലാം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൈദയാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. മൈദ ഒന്ന് ജസ്റ്റ് വെള്ളത്തിലൊന്ന് മിക്സാക്കി എടുത്തതാണ്. ഇനി അതിലേക്ക് ബ്രെഡ് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഞാൻ 2 പ്രാവശ്യമായിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല ഒരു പുറന്തോട് നല്ലൊരു കട്ടിക്കായിട്ട് കിട്ടും. എന്നിട്ട് ഒന്നുകൂടെ നല്ലോണം പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അവർ നല്ലോണം തടിയാകുമ്പോഴുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ഭാഗം നല്ലോണം മസാല തന്നെ ആയിട്ട് വരും. അപ്പോൾ അത് കുറച്ചൊന്ന് തെളുപ്പായി കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് വലുപ്പം കൂടി കാണുമല്ലോ നമ്മളെ സ്നാക്ക്. അപ്പോൾ വലിയൊരു കട്ട്ലറ്റായിട്ടും കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്നും കൂടെ പരത്തിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ കട്ട്ലറ്റൊക്കെ റെഡി ആയതിന് ശേഷം ഞാനിത് ഫ്രൈ ചെയ്യാൻ നിന്ന്. ഞാൻ അധികവും ആദ്യം ഫ്രൈ ചെയ്യുന്നത് ഈ ഒരു സ്നാക്കാണ് കേട്ടോ. കാരണം ഇതിന് കുറച്ച് ടൈം എടുക്കും. നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ടാണല്ലോ അത് വേവിക്കേണ്ടത്. അപ്പോൾ നമ്മളെ കട്ട്ലറ്റും പിന്നെയും കുറച്ച് ഐറ്റംസ് വേറെയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതാ ചൂടായ എണ്ണയിലേക്കിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. നല്ല ചൂടായിട്ടുണ്ടാകുന്ന ഓയിലിലേക്കാണ് ഈ ഒരു കട്ട്ലറ്റ് ഇടേണ്ടത്. കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ അധികം ആൾക്കുള്ള പ്രശ്നം പൊട്ടിപ്പോകുന്നതായിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ ഓയിൽ കുറഞ്ഞെങ്കിൽ പൊട്ടിപ്പോകും. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ഓയിൽ വേണം. ഓയിൽ കുറഞ്ഞാലാണ് പൊട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഓയിലൊന്നാക്കി കൊടുക്കണം. 2 സൈഡും ഒന്ന് തിരിച്ച് മറിച്ചിടാം. പിന്നെ ആ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് പൊരിഞ്ഞ സമയത്ത് വീണ്ടും തിരിച്ചിടുക. അങ്ങനെ തിരിച്ചുകൊണ്ടിരുമ്പോഴും അത് ഒന്നും പൊട്ടാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കട്ട്ലറ്റിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ ഓരോ നാട്ടിലും ഓരോ പ്രൈസ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ ഏത് നാട്ടിൽ നിന്നാണ് കാണുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.